ഉപതെരഞ്ഞെടുപ്പ് നടന്ന കായംകുളം പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ UDF വിജയിച്ചു. കോൺഗ്രസിലെ ദീപക് എരുവയാണ് വിജയിച്ചത്. CPM-ൽ നിന്നും കോൺഗ്രസ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ദീപക് എരുവ വിജയിച്ചു. ജനാധിപത്യ വിശ്വാസികൾക്ക് ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വലിയ ഭൂരിപക്ഷത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചത്. ഈ നാട്ടിലെ എല്ലാ സംവിധായകർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നോടൊപ്പം നിന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച നിരവധി പേരുണ്ട്. എതിർപാളയത്തിൽ CJP മുന്നണിയാണ് ഞങ്ങൾക്കെതിരെ മത്സരിച്ചത്. വ്യക്തിപരമായും എന്നോടൊപ്പം നിന്ന സഹപ്രവർത്തകരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും ആ ഭീഷണികളെ ഒന്നും തന്നെ വകവെക്കാതെ കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി, ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി, പത്തിയൂരിന്റെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി നിന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയം നിന്ന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം നിന്ന പ്രവർത്തകർക്ക്, ഒപ്പം നിന്ന നേതാക്കന്മാർക്ക് എല്ലാവർക്കും, മന്ത്രിപ്പട ഉൾപ്പെടെയുള്ളവർ വാർഡിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും വലിയ വിജയം UDF-ന് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളുടെ പടയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഞ്ചായത്ത് ശ്രീജിത്ത് പത്തിയൂരിന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഞ്ചായത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണ മാറ്റത്തിനാണ് ഇവിടെ നിന്ന് തുടക്കം കുറിക്കുവാൻ പോകുന്നത്. 99 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ദീപക് വിജയിച്ചത്. ആകെ പോൾ ചെയ്ത 1436 വോട്ടിൽ ദീപകിന് 576 വോട്ടുകളാണ് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി CS ശിവശങ്കരപ്പിള്ളയ്ക്ക് 476ഉം BJP-യിലെ ബിജു ആമ്പക്കാടിന് 391 വോട്ടും ലഭിച്ചു. നിലവിൽ ഗ്രാമപഞ്ചായത്തിൽ LDF-ന് 14ഉം UDF-ന് 1ഉം BJP-ക്ക് 4ഉം സീറ്റുകളാണ് ഉള്ളത്. ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ UDF-ന്റെ സീറ്റുകളുടെ എണ്ണം 2ആയി വർദ്ധിച്ചു. 12ാം വാർഡിലെ അംഗമായിരുന്ന I ജയകുമാരി അന്തരിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.